എയർബസ് A380 ആകാശത്തിലെ അത്ഭുതവും പരാജയവും. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം, ആകാശത്തിലെ ഒരു പറക്കുന്ന കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന എയർബസ് A380. എന്നാൽ ഈ ഭീമൻ വിമാനത്തിൻ്റെ പിന്നിൽ $7 ബില്യൺ ഒരു വൻ പരാജയത്തിൻ്റെ കഥയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വെറും സോഫ്റ്റ്വെയറിലുണ്ടായ ഒരു ചെറിയ പിശക് കാരണം കോടികൾ വെള്ളത്തിലായ കഥ. ഇന്ന് നമ്മൾ നോക്കുന്നത് എയർബസ് A380 കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ്. $7 ബില്യൺ അബദ്ധം, ദ 7 ബില്യൺ മിസ്റ്റേക്ക്. ഈ വിമാനം നിർമ്മിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ജർമ്മൻ എഞ്ചിനീയർമാർ ഒരേ സോഫ്റ്റ്വെയറിന്റെ 2 വ്യത്യസ്ത പതിപ്പുകളാണ് ഉപയോഗിച്ചത്. വിമാനത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ നോക്കിയപ്പോൾ കണ്ടത് 530 കിലോമീറ്റർ നീളമുള്ള വയറുകൾ ഒന്നിനും തികയുന്നില്ല എന്നാണ്. എല്ലാം വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വന്നു. ഇത് കാരണം വിമാനം പുറത്തിറങ്ങാൻ ഏകദേശം 2 വർഷം വൈകുകയും ഏകദേശം $7 ബില്യൺ നഷ്ടമാവുകയും ചെയ്തു. എയർബസ് A380 എന്ന ഭീമൻ ഇതൊരു സാധാരണ വിമാനമല്ല. ഏകദേശം 8 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഇതിന്. മറ്റ് വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് 2 നിലകളുണ്ട്. സാധാരണ 550 മുതൽ 600 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാം. എന്നാൽ സീറ്റുകൾ ക്രമീകരിച്ചാൽ ഒരേ സമയം 853 പേരെ വരെ കൊണ്ടുപോകാൻ ഈ ഭീമന് സാധിക്കും. ആകാശത്തിലെ ആഡംബരം, യാത്രക്കാരുടെ സൗകര്യത്തിന് ഇതിൽ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. എമിറേറ്റ്സ് പോലുള്ള വിമാനങ്ങളിൽ യാത്രക്കാർക്ക് കുളിക്കാൻ ഷവർ, സ്പാ സൗകര്യം വരെ ഉണ്ട്. എത്തിഹാദ് എയർവേസ് ആകട്ടെ ബെഡ്റൂമും ലിവിംഗ് റൂമും ബാത്റൂമും അടങ്ങുന്ന ഒരു മിനി വീട് തന്നെ വിമാനത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് കൂട്ടിന് ഒരു പേഴ്സണൽ ബട്ട്ലറും ഉണ്ടാകും. ഇന്ധനത്തിന്റെ കണക്ക്, ഇതിന്റെ ചിറകുകൾ വെറും ചിറകുകളല്ല, കൂറ്റൻ ഇന്ധന ടാങ്കുകൾ കൂടിയാണ്. ഏകദേശം 3,20,000 ലിറ്റർ ഇന്ധനം ഇതിൽ നിറക്കാം. അതായത് 3500 കാറുകളിൽ ഫുൾ ടാങ്ക് അടിക്കുന്നതിന് തുല്യം. ദുബായിൽ നിന്ന് ലോസ് ഏഞ്ചലീസിലേക്കുള്ള ഒരു യാത്രയിൽ ഈ വിമാനം ഉപയോഗിക്കുന്ന ഇന്ധനം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിലെ വീടുകൾക്ക് മാസങ്ങളോളം ചൂട് പകരാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ വിമാനം പരാജയപ്പെട്ടു? ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എയർബസ് A380 നിർമ്മാണം 2021 നിർത്തേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, വിമാനത്തിന്റെ വലിപ്പം തന്നെയായിരുന്നു അതിന്റെ വില്ലൻ. എല്ലാ എയർപോർട്ടുകളിലും ഈ വിമാനത്തിന് ഇറങ്ങാൻ കഴിയുകയില്ലായിരുന്നു. കൂടാതെ ബോയിങ് 787 പോലുള്ള ചെറിയ ഇന്ധനക്ഷമതയുള്ള വിമാനങ്ങൾ വന്നതോടെ എയർലൈനുകൾ വലിയ വിമാനങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങി. എയർബസ് A380 ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. നിർമ്മാണം നിർത്തിയില്ലെങ്കിലും ഇന്നും ലോകത്തിലെ പല പ്രമുഖ എയർലൈനുകളിലും ഈ ഭീമൻ പറക്കുന്നുണ്ട്. നിങ്ങൾ എന്നെങ്കിലും ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക.